നോമ്പായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ക്ലാസ് വിട്ട് വന്നപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മച്ചി പറഞ്ഞ് ചുമ്മാ ഇരിക്കാതെ ആ പെണ്ണിനെ പോയി ഒന്ന് സഹായിക്കും. തലയും ചൊറിഞ്ഞിക്കണ്ട് ഞാനൊരു പോക്കണ്ട് പോയി. അവളാണ് കുറച്ച് മന്തിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച്. അപ്പോഴത്തെ അവൾ ഹസ്ബൻഡ് എന്നപ്പോൾ അവനെ കൂടി സംസാരിക്കാൻ പോയി. പിന്നെ ബാക്കി മന്തി ഉണ്ടാക്കി ഞാൻ. അതാണ് ഈ കൈൻ്റെ ഒരു കൊല ഇങ്ങനെ. പിന്നെ ഉമ്മച്ചിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആയ ഈത്തപ്പഴം പൊരി ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് കരിഞ്ഞി എന്നൊക്കെ പറയിക്കണ്ടില്ലേ, കുറച്ച് കരിഞ്ഞിട്ട് കണ്ട്. അങ്ങനെ പിന്നെ അനിയന് ജ്യൂസ് അടിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അവന് വരുന്നത് കറക്കെ. പിന്നെ പട്ടി ഷോ ആയതുകൊണ്ടാണ് പഠിച്ചോൻ്റെ ഭാഗ്യത്ത് നിലത്ത് കൊയിഞ്ഞടാത്ത പോയി, അല്ലെങ്കിൽ ഉമ്മച്ചിൻ്റെ ഒക്കെ നിരന്തരം അടിച്ച് പിടിച്ചിന്. അങ്ങനെ കേസ് ഞാൻ എന്താ ജ്യൂസിന് ആവശ്യമുള്ള വത്തക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണം. അങ്ങനെ എന്താ മിക്സിലിട്ട് നമ്മൾ അടിച്ച്. കാരണം അവനിത് ഇൻസ്റ്റയിൽ കണ്ടതാണ്. ഇത് വർക്കൗട്ട് ആവോ വലിയ ടേസ്റ്റ് ഉണ്ടാവുന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ, നോമ്പറക്കുമ്പോൾ കാണാം. അങ്ങനെ ഇതാ നമ്മളെ ജ്യൂസ് ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഇത് നേരെ ഫീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കാണ്ട് അപ്പം തന്നെ നമ്മളെ മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞപ്പോൾ എല്ലാം റെഡി ആയി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഏറ്റവും വലിയ പണി തന്നാൽ കിച്ചൺ നന്നാക്കുക എന്നുള്ളത്. കാരണം നമ്മൾ എടുത്ത് വെച്ച സാധനങ്ങളും പാത്രങ്ങളും ഒക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നാക്കാൻ ഞാനും അനിയനും കൂടിയാണ് നന്നാക്കുന്നത്. അവന് കുറച്ച് പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകി തന്നു. പിന്നെ അവൻ നൈസായിട്ട് മുങ്ങി. പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയതാണ്. അപ്പോൾ പിന്നെ അവന് കിച്ചണിക്ക് എന്തോ ഔഷധം വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാധനങ്ങളൊക്കെ അവിടെയുള്ള സ്ഥലത്തേക്ക് എടുത്ത് വെക്കുന്നതായിരുന്നു. അപ്പോൾ അവന് ഞാൻ കഴുകിയ പാത്രങ്ങളൊക്കെ അവൻ എടുത്ത് വെച്ചൊക്കെ തന്നു. പിന്നെയുള്ള അടുത്തതാണ് കിച്ചൺ നന്നാക്കുക, അടിച്ചു വരാന്നുള്ളത്. കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിലത്ത് ഒരുപാട് കച്ചറകളുണ്ട്. അപ്പോൾ അതൊക്കെ മരിബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ വേഗം അടിച്ചു വാരി കിച്ചണൊക്കെ ക്ലീൻ ആക്കി. അങ്ങനെ പിന്നെ ഇനി എപ്പോഴാണ് മുക്കരി ബാങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മോളും കളിപ്പിച്ച് ഇങ്ങനെ ഇരിക്കണം. അതിൻ്റെ ഇടയിൽ ഉമ്മച്ച് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉമ്മച്ച് ദുആ ചെയ്യണമെന്ന് ഞങ്ങളോട് പറയാറുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാ റമദാനിലും അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോലെ എനിക്ക് ആ സംഭവം ഓർമ്മയില്ല. ഇവിടെ വരുമ്പോൾ പിന്നെ ഉമ്മച്ച് നിർബന്ധിച്ചാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പം ഞാൻ ദുആ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ദുആവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി എപ്പോഴാണ് റബ്ബേ മുക്രിയും ബാങ്ക് കൊടുക്കാൻ വിചാരിച്ച് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഇടയ്ക്ക് മോളെ കളിപ്പിക്കും, ഇടയ്ക്ക് ഉമ്മ വരുമ്പോൾ ഉമ്മനോട് സംസാരിച്ചും അങ്ങനെയൊക്കെ ഇരിക്കണേല് പഠിച്ചവൻ്റെ ഭാഗ്യത്തിന് മുക്രി കണ്ട് ബാങ്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കുടിക്കണേക്കാട്ടി നല്ല വേഗം അവളെന്ത് ചെയ്തു വേഗം നോമ്പറന്നൊന്ന് പറയട്ടോ. അങ്ങനത്തെ ആ സാധനങ്ങളൊക്കെ റെഡിയായി. അനിയനെ എപ്പോഴാണ് ഫുഡ് എടുത്ത് കൊണ്ടുവരുന്നത്, കാരണം കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് കൊണ്ടുവന്നു. അപ്പം ഞാനിതാ നോമ്പ് തുറക്കാൻ പോവുകയാണ്. ആദ്യം വെള്ളം കുടിച്ചു. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സുഖന ടൈമിൽ വെള്ളം കുടിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, എന്താ ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ പിന്നെ ഇതാ അടുത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഇൻസ്റ്റഗ്രാം വത്തക്ക വെള്ളം എന്ന് പറയട്ടോ. സത്യം പറഞ്ഞാൽ 5 പൈസയൊക്കെ ഇല്ലയെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ടേസ്റ്റ് ഉണ്ട്. എന്നാലും അല്പം സ്വല്പം അവിടെ ഇവിടേക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്കും ഉണ്ട്. ഞാനത് അവനോട് പറഞ്ഞിട്ടില്ല, വേഗം പേര് കുടിച്ചു. കാരണം ഞാനും കൂടി ഉണ്ടാക്കിയതാണേ. അങ്ങനെ കഴിച്ച് നമ്മൾ കുട്ടികൾക്ക് കുറച്ച് ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. അവരും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ഉമ്മച്ചി എനിക്ക് ഫുഡ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത്ര കഴിക്കില്ല, കുറച്ച് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉമ്മയ്ക്കിനെ ഇട്ടു. അപ്പോഴാണ് എനിക്ക് തോന്നിയല്ലോ ഞാൻ കൈ കഴിക്കിട്ടില്ലല്ലോ. പിന്നെ അപ്പാടെ പോയി കണ്ട് കൈയും കഴുകി പിന്നെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മയോണീസും എല്ലാം കൂടി ഞാൻ ഇത് ഫുഡ് കഴിക്കാൻ പോവാണ്. അതിന് മുമ്പ് ഞാൻ ചായ ഒരു ഗ്ലാസ് കുടിച്ചു. കാരണം നല്ല ചൂടുള്ള ചായ കൊണ്ടായി തന്നെ നല്ല അടാറ് ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. കാരണം ഞാൻ ഉമ്മച്ചിനോട് വീട്ടിൽ വരുമ്പോൾ ഞാൻ അപ്പോൾ ഉമ്മച്ചിനോട് പറയും എനിക്ക് കട്ടൻ ചായ വേണ്ട, പാൽ ചായ മതിയെന്ന്. പക്ഷെ ഉമ്മച്ചി പറഞ്ഞ് ഇന്നിപ്പോൾ ചോറിന് ഇനി കട്ടൻ ചായ കുടിച്ചാൽ മതിയാറുണ്ട്. എനിക്ക് ഉമ്മച്ചി കട്ടൻ ചായ ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ചോറ് തിന്നാണ്. ചോറ് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ദമ്മും തുമ്മൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല. ഞങ്ങൾ ഒക്കെ വേഗം സെറ്റപ്പിലുള്ളൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു തട്ടിക്കുട്ട് മന്തി എന്ന് പറയാട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഞങ്ങളതെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരെ മേലെ കയറിയിട്ടോ. വേറെ ഒന്നുമില്ല, എനിക്ക് അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കിടന്നിട്ടില്ല, കിച്ചണിലായിരുന്നു ഫുൾ ടൈം. അതുകൊണ്ടാണ്. അങ്ങനെ ഇനിയിപ്പോൾ എന്താ പണിയെന്ന് വെച്ചാൽ നിസ്കരിക്കാനുണ്ട്. നിസ്കരിച്ചതിനുണ്ട് കുറച്ച് എനിക്ക് എഴുതാനും കുറച്ച് ചില്ലറ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതിലൊക്കെ ഒന്ന് നടക്കുമെന്ന് പഠിച്ചോന്ന് കയറിയാൽ. അങ്ങനെ പിന്നെ ഞാനൊരു നിസ്കരിക്കാൻ പോകല്ലോ വിചാരിച്ചാണ് ഞാൻ എണീറ്റു. ഇനി ഇൻഷാല്ലാ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.